ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ, ഞാനോ കുറയണമേ. വിശുദ്ധ മത്തായി സുവിശേഷം അധ്യായം 10. അക്കാലത്ത് യേശു തന്റെ 12 ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കുവാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തുവാനും അവർക്ക് അധികാരം നൽകി. ആ 12 അപ്പോസ്തലന്മാരുടെ പേരുകൾ: ഒന്നാമൻ പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമയോൻ, അവന്റെ സഹോദരൻ അന്ത്രയോസ്, സെബദിയുടെ പുത്രന്മാരായ യാക്കോബ്, അവന്റെ സഹോദരൻ യോഹന്നാൻ, ഫിലിപ്പോസ്, ബർത്തലോമിയ, തോമസ്, ചുങ്കക്കാരൻ മത്തായി, ഹെൽപ്പായുടെ പുത്രനായ യാക്കോബ്, തദേവുസ്, കാനൻകാരൻ ശിമയോൻ, യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് ഇസ്കറിയോത്ത. ഈ 12 പേരെയും യേശു ഇപ്രകാരം ചുമതലപ്പെടുത്തി അയച്ചു: നിങ്ങൾ വിജാതിയരുടെ ദേശത്തേക്ക് പോകരുത്, സമേതക്കാരുടെ പട്ടണത്തിൽ പ്രവേശിക്കുകയുമരുത്. പ്രത്യുത ഇസ്രായേൽ വംശത്തിൽ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുക്കിലേക്ക് പോകുവിൻ. പോകുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് പ്രസംഗിക്കുവിൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ നമ്മുടെ പ്രേക്ഷിത ദൗത്യത്തിന്റെ ആത്മീയത ധ്യാനിക്കാം. നമ്മളെല്ലാവരും ക്രിസ്തുവിനാൽ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും കൂടി ആയിരിക്കുവാൻ ക്ഷണിക്കപ്പെട്ടവരും ഐക്യപ്പെട്ടവരുമാണ്. ജ്ഞാനസ്നാനമെന്ന ഏക കൂദാശയിലൂടെ നമ്മളിൽ നിക്ഷേപിച്ചിരിക്കുന്നത് പ്രേക്ഷിത ചൈതന്യമാണ്. ഓരോ ക്രൈസ്തവനും ക്രിസ്തുവിന്റെ പ്രേക്ഷിത ദൗത്യത്തിൽ ഭാഗവാക്കാകുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവർ കൂടിയാണ്. ഐക്യപ്പെട്ടവർ യഥാർത്ഥത്തിൽ സാക്ഷ്യം നൽകുവാൻ വേണ്ടിയാണ് ഐക്യപ്പെട്ടിരിക്കുക. ഇന്നത്തെ സുവിശേഷത്തിൽ അപ്പോസ്തലന്മാർ സാക്ഷ്യം നൽകുന്നത് അവർ കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും തൊട്ട് അനുഭവിച്ചതുമായ ജീവന്റെ വചനത്തെക്കുറിച്ചാണ്. ക്രിസ്തുവിനെ അവർ കണ്ടു, അനുഭവിച്ചു, മനസ്സിലാക്കി. ക്രിസ്തുവിന്റെ ബലവും കൃപയും ശക്തിയും അവർ അറിയുകയും ഉൾക്കൊള്ളുകയും ചെയ്തു. അവരുടെ ജീവിതത്തിലെ സംശയങ്ങൾക്ക് ക്രിസ്തു ഉത്തരം നൽകി. ആ പിൻബലമാണ് അധികാരത്തോടെ ക്രിസ്തു വചനം പ്രഘോഷിക്കുവാൻ അപ്പോസ്തലന്മാർക്ക് ശക്തി നൽകിയത്. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഇതേ ആത്മീയ ബലവും കൃപയും ഉണ്ടാകണം. നമ്മുടെ പ്രാർത്ഥനാരൂപയിൽ ദൈവ സാന്നിധ്യത്തിൽ ജീവിച്ചുകൊണ്ട് വചനത്തെ ആഴമായി പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ അവ പ്രാവർത്തികമാക്കി നാം പങ്കുവയ്ക്കുവാൻ പരിശ്രമിക്കുമ്പോൾ അപ്പോസ്തലന്മാരുടെ അതേ ചൈതന്യത്തിൽ നിന്നുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമുക്ക് ക്രിസ്തു സാക്ഷിയാകാൻ കഴിയും. അനുഭവിക്കാത്ത ആശ്വാസത്തെ, ആനന്ദത്തെ, സൗഭാഗ്യങ്ങളെക്കുറിച്ച് പറയാൻ നമുക്ക് ബലമുണ്ടാവുകയില്ല. എന്നാൽ ക്രിസ്തു തൻ്റെ കൂടെ നടത്തിയ ശിഷ്യഗണത്തിൽ നിന്നാണ് അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്ത് അയക്കുന്നത്. അവരെ ശക്തിപ്പെടുത്തുകയും അവരെ ബലഹീനതകളിൽ കൂടെ നിന്നുകൊണ്ട് നന്മയുടെ, വിശ്വാസത്തിൻ്റെ, വിശ്വസ്തതയുടെ പാദത്തിലേക്ക് നയിക്കുകയും ചെയ്തു. വിളിക്കപ്പെട്ടവർ എത്രമാത്രം വിശ്വസ്തയോടുകൂടി കൂടെ നിൽക്കുമോ അത്രമാത്രം ക്രിസ്തു സാന്നിധ്യത്തിന്റെ പൂർണ്ണതയും അനുഭവിക്കുവാൻ സാധ്യമാകും. യേശു അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ അവർ നൽകിയ വചനത്തെ സ്ഥിരീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്തുകൊണ്ടേയിരുന്നു. ഇന്നും ഈ പ്രേക്ഷിത ദൗത്യം തുടരുകയാണ്. നമ്മളിലൂടെ തുടരപ്പെടേണ്ട ഏറ്റവും മഹത്തായ ധർമ്മവും ഇതുതന്നെയാണ്. യഥാർത്ഥത്തിൽ പ്രേക്ഷിത ദൗത്യം ഒരു ഇടയധർമ്മം കൂടിയാണ്. ആരാണ് ഇടയൻ? വഴിതെറ്റിപ്പോയതിനെ കണ്ടുകിട്ടുവോളം അന്വേഷിച്ച് കുറ്റപ്പെടുത്താതെ, ശാസിക്കാതെ, കലഹിക്കാതെ തോളിലേറ്റി ആലയിലേക്ക് തിരികെ കൊണ്ടുവരുന്നവനാണവൻ. മുറിവേറ്റതിനെ
കരുണയോടുകൂടി വച്ചുകെട്ടി സുഖപ്പെടുത്തുന്നവനാണവൻ. അകന്നു പോയതിനെയെല്ലാം വീണ്ടെടുക്കുകയും നഷ്ടപ്പെട്ടു പോയതിനെയെല്ലാം കണ്ടെത്തുകയും ശക്തി കുറഞ്ഞതിനെ ശക്തിപ്പെടുത്തുകയും ശക്തിയുള്ളവയെ സംരക്ഷിക്കുകയും ചെയ്യുന്നവനാണ് ഇടയൻ. അങ്ങനെയെങ്കിൽ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ ഓർപ്പെടുത്തുന്നു, ഗോ ടു ദ പെരിഫറീസ്. നിങ്ങൾ യഥാർത്ഥത്തിൽ പോകേണ്ടത്, ചെയ്യേണ്ടത് അതിർവരമ്പുകളിലേക്കാണ്. ലോകത്തിൻ്റെ അതിർവരമ്പുകളിലേക്ക്, തീരങ്ങളിലേക്ക് പോവുക. അവിടെയാണ് മുറിവേറ്റ ക്രിസ്തു ഉള്ളത്. നമ്മുടെ സഹായം ആവശ്യമുള്ള കരുണ നിറഞ്ഞ ക്രിസ്തുവിൻ്റെ മുഖം നാം കാണുന്നത്. എല്ലാം തികഞ്ഞവർക്ക്, അഥവാ ഭൂമിയിലെ എല്ലാ ബലങ്ങൾ ഉള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ആകാൻ എളുപ്പമാകാം. എന്നാൽ ക്രിസ്തു ആഗ്രഹിക്കുന്നത് ഒന്നുമില്ലാത്തവർക്ക് എന്തെങ്കിലും ആകാനാണ്. നമ്മൾ കൂടുതൽ സ്നേഹത്തോടെ ക്രിസ്തു ദൗത്യത്തെ ഹൃദയത്തിൽ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. ഈ പുണ്യഭൂമിയിൽ നാം ജീവിക്കുന്ന കാലം അത്രയും ക്രിസ്തുവിന് നമ്മുടെ ജീവിതം കൊണ്ട് സാക്ഷ്യമാകുവാൻ, അവൻ്റെ സ്നേഹത്തിൻ്റെ തണലിൽ അർത്ഥവും അഭയവും കണ്ടെത്താൻ നമ്മുടെ അടുക്കലേക്ക് വരുന്ന ഓരോ വ്യക്തിക്കും അയച്ചവനായ ക്രിസ്തുവിൻ്റെ മഹനീയമായ ഇടപെടൽ അനുഭവവേദ്യമാകുവാനും, നമ്മെ കണ്ട് കടന്നു പോകുന്ന ഓരോ വ്യക്തിയും ഞാൻ ക്രിസ്തുവിനെ കണ്ടു എന്ന് പറയുന്ന അത്ര വലിയൊരു ആത്മീയ നിറവുണ്ടാകുവാൻ കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ. ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരണമേ. ഞാനോ